ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ആഗോള കത്തോലിക്ക തിരുസഭ ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കർമ്മലീത്ത സഭ ഇസ്രായേലിലെ കാർമല മലയിൽ ആരംഭിച്ചതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കൂട്ടം സന്യാസിമാരായിരുന്നു കർമ്മലീത്ത മഠം സ്ഥാപിച്ചത്. അവരുടെ ആശ്രമത്തിന് കർമ്മല മാതാവിൻ്റെ പേരാണ് നൽകിയിരുന്നത്. കർമ്മല മാതാവിനുള്ള ഭക്തിയും വിശ്വാസവും മലയിലെ താമസവും അവരെ കർമ്മലിത്ത സഹോദരങ്ങൾ എന്ന പേര് നൽകി. കുരിശുയുദ്ധ കാലത്താണ് കർമ്മലിത്ത സഭ ശക്തി പ്രാപിച്ചത്. ഇംഗ്ലണ്ടിലെ യൂസ്ഫോർഡ് ആശ്രമവാസിയായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കായിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ. 1251 ജൂലൈ 16 വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനമേഘങ്ങളുടെ അകമ്പടിയോടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ സ്റ്റോക്കിനോട് ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ സാഹോദര്യത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായ ഈ ഉദ്ധരീയം ധരിക്കുക. ഈ ഉദ്ധരീയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവൻ പടർന്നു. അങ്ങനെ ലോകമാസകർമുള്ള മാതൃഭക്തരും കർമ്മലോദ്ധരീയം ധരിക്കുവാൻ തുടങ്ങി. ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ കർമ്മല മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും ഉദ്ധരീയം ധരിക്കുന്നതും ഒരു ശീലമാക്കി. വിശേഷ ദിവസങ്ങളിൽ കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും സമ്മാനമായി ഉത്തരീയം നൽകുന്ന ഒരു പതിവുമുണ്ട്. 1322 സ്വർഗീയ രാജ്ഞി 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഉദ്ധരീയം ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വരം കൂടി നൽകുകയുമുണ്ടായി. എല്ലാ ശനിയാഴ്ചകളിലും ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ ഇറങ്ങിച്ചെന്ന് ഉദ്ധരീയം ധരിച്ച് മരിച്ച് ചില വ്യവസ്ഥകൾ പാലിച്ചവർക്ക് മോചനം നൽകും. സ്നേഹമുള്ളവരെ, ഈ ധന്യ നിമിഷത്തിൽ കർമ്മല മാതാവിനോടുള്ള ഭക്തിയിൽ നമുക്ക് വളരുവാനും ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ആശ്രയിക്കുവാനും അതുവഴി ഈശോയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ ഓരോരുത്തരും യോഗ്യരാക്കി അനുഗ്രഹിക്കട്ടെമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.